Chief Guest of the Day, Jagoma, IAS, former Chief Secretary, Government of Kerala. Our guest of honor, Sri K.P. Sriguma, Vice President, Tata Elixir Head. Our patron, Sri Thomas Matthew, Emeritus Secretary, Sri Josie Joseph, our intermittent General Secretary, Sri J. Jayaguma, our working President, Sri Dr. K.T. Kalyan Padika, Vice Presidents, Molly Stanley, Srimati Molly Stanley, Joseph Messenger, Gopalakrishnan, and Guys Philip, Professor Jalajaguma. Our guest, renowned guest, Sri K.G. Nair, former manager, VSSC. Then one Nick Krishnan from Jayaguma's friend. Other executive committee members, governing board council members, governing council members, all active NAB members, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കാഴ്ചപരിമിതരായ എൻ്റെ കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ പ്രണാമം. കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഓഫ് നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന നമ്മുടെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഇന്ന് ആഘോഷങ്ങളുടെ ഒരു ദിവസം. ഇന്ത്യ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പലതരത്തിലുള്ള ആഘോഷങ്ങൾ. പ്രധാനമായും വേൾഡ് ഡിസബിലിറ്റി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി. കാഴ്ചപരിമിതരായ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ നമ്മുടെ ഈ സഹോദരങ്ങളുടെ ക്ഷേമം, അവരുടെ പലതരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് വേൾഡ് ഡിസബിലിറ്റി ഡേ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായുമുള്ള ജീവിതത്തിൻ്റെ പല മേഖലകളിലും ആരോഗ്യപരമായ രീതിയിൽ ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന അസമത്വങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടുതൽ ഒരു അവയർനെസ് ജനസമൂഹത്തിന് കൊടുക്കുവാനും കൂടെയാണ് വേൾഡ് ഡിസബിലിറ്റി ഡേ ആഘോഷിക്കപ്പെടുന്നത്. ഡിസബിലിറ്റി ഈസ് എ പെർസെപ്ഷൻ, only a person, and if one has got confidence in himself, he can achieve success. And lesser ability does not make them a lesser human being. അങ്ങനെ ഈ കാഴ്ചപരിമിതരായിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അസമത്വം അല്ലെങ്കിൽ ആരോഗ്യപരമായ അവരുടെ അസമത്വങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ NAB പോലെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ടാണ് നമ്മൾ വേൾഡ് ഡിസബിലിറ്റി ഡേ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളോടൊപ്പം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി പിളർന്ന് ADയും BCയുമായി രണ്ടായി പിളർന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൂജാതരായ ദൈവപുത്രന്റെ പിറന്നാൾ ഉത്സവമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ നെറുകയിൽ ഉൾക്കൂട് കൂട്ടുന്ന ഒരു ഉത്സവം കൂടിയാണ് സുന്ദരാഭമായ ക്രിസ്മസിനെ ഓടൊപ്പം മാലാഖമാർ പാടുന്ന ശാന്തിയുടെ ഗീതങ്ങൾ, ശാന്തിയുടെ പാട്ടുകൾ, അങ്ങനെയുള്ളവരുടെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ളതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രധാനമായും.
അത് ഇന്ന് നാം സമൂഹത്തിൽ കാണുന്നു. വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ഒക്കെ ഇരുട്ട് നീക്കി സ്നേഹത്തിൻ്റെ പൊൻകതിരുകൾ അണിയുവാനുള്ള ഒരവസരം കൂടിയായിട്ട് ക്രിസ്മസിനെ കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ തീനും കുടിയുമായി ഒരു മാളാങ്ക മത്സരത്തിന് പകരം ആധ്യാത്മികപരമായ സ്നേഹാനുഭൂതികൾ നമുക്ക് ലഭിക്കേണ്ട ഒരു അവസരമായിട്ട് കൂടി ക്രിസ്മസ് ആഘോഷങ്ങളെ കാണണമെന്ന് ഞാൻ എൻ്റെ ദീർഘമായി സംസാരിക്കുവാനുള്ള ഒരു അവസരമല്ല. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യ അതിഥിയെ എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രസംഗകനും ഒക്കെ ആയിരുന്നു ഖലീൽ ജിബ്രാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വായന ഞാനിവിടെ ചിന്തിക്കുകയാണ്. Love is the only flower that grows and blossoms without the aid of season. Love is the only flower that grows and blossoms without the aid of season.